ദൃശ്യം സിനിമ മറ്റൊരച്ഛൻ്റെ പെയിൻ കൂടി കാണിക്കുന്നുണ്ട്. പ്രഭാകർ മകനെ ഒരുപാട് സ്നേഹിച്ച, മകൻ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാതെ പോയ, ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നുപോയ ഒരച്ഛൻ പ്രഭാകർ നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീ സിദ്ദിഖ് സാർ, സഹർഷം നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സർ, ഞാനീ ചോദിച്ച പോലെ രണ്ട് അച്ഛന്മാരുടെ കഥ ആണ് ദൃശ്യം. പക്ഷെ പ്രേക്ഷകരെല്ലാവരും ഒരച്ഛൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇതിനെ? ഞാനും ഒരു പരിധിവരെ അച്ഛൻ്റെ കൂടെ തന്നെയാണ്. കാരണം ദൃശ്യം മണ്ണിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രഭാകരനറിയാം സ്വന്തം മകൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ജോർജ് കുട്ടി ചെയ്തത് വലിയൊരു അപരാധമാണെന്ന് ഉള്ളിലറിയാമെങ്കിലും കുറച്ചൊരു ചായ്വ് ആ ഭാഗത്തേക്കുണ്ട്. ദൃശ്യം 2 നമ്മൾ കണ്ടു. മകൻ്റെ ഒരു ബോഡി റിമൈൻസ് ചോദിച്ചുകൊണ്ട് ജോർജ് കുട്ടിയോട് വന്ന് അപേക്ഷിക്കുന്ന ഒരു പ്രഭാകരനെയും നിങ്ങൾ കണ്ടു. ദൃശ്യം 3 എന്താണെന്നുള്ളത് പറയാനും പറ്റില്ല. കഥാപാത്രത്തെ പറ്റിയൊന്നും വലിയൊരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ. സിനിമയെ പറ്റി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറയും. സിനിമയെ പറ്റി ഒന്നും സംസാരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ 3-ാം തീയതി വരെ, അല്ല 21-ാം തീയതി വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അറിയാം പ്രഭാകരൻ്റെയും ഗീതാ പ്രഭാകരൻ്റെയൊക്കെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് എന്താണ്, പ്രയാസം എന്താണ്. ഓഫ് കോഴ്സ് മകൻ നഷ്ടപ്പെട്ട വേദനയുണ്ട്. ഇനിയും എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ജോർജ് കുട്ടിയെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും 2 സന്തോഷമാണ് മെയ് 21-ാം തീയതി. ഒന്ന്, നമ്മുടെ പ്രിയങ്കരനായ മോഹൻലാലിൻ്റെ ജന്മദിനമാണ്. ആ ജന്മദിനത്തിന് മോഹൻലാൽ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ദൃശ്യം 3. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ സിനിമ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. സിനിമ ഒരു വൻ വിജയമാവട്ടെ എന്ന് കേരളത്തിലെ എല്ലാ പ്രേക്ഷകരെയും പോലെ ഞാനും ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി.